ഹോസിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ ആരോപണം. ഇസ്രായേൽ ജനമേ, കർത്താവിന്റെ വാക്ക് കേൾക്കുക. ദേശവാസികൾക്കെതിരെ അവിടുത്തേക്ക് ഒരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു. അതിനാൽ ദേശം വിലപിക്കുന്നു, അതിലെ സകല നിവാസികളും ക്ഷയിക്കുന്നു. വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കപ്പെടുന്നു. എന്നാൽ ആരും തർക്കിക്കേണ്ട, കുറ്റപ്പെടുത്തുകയും വേണ്ട. പുരോഹിത, നിനക്കെതിരെയാണ് എന്റെ ആരോപണം. പട്ടാപ്പകൽ നീ കാലിടറി വീഴും, പ്രവാചകനും രാത്രി നിന്നോടൊപ്പം കാലിടറി വീഴും. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും. അജ്ഞത നിമിത്തം എന്റെ ജനം നശിക്കുന്നു. നീ വിജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എന്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു. നീ നിന്റെ ദൈവത്തിന്റെ കൽപ്പന വിസ്മരിച്ചതുകൊണ്ട് ഞാനും നിന്റെ സന്തതികളെ വിസ്മരിക്കും. അവർ പെരുകിയതോടൊപ്പം എനിക്കെതിരായിട്ടുള്ള അവരുടെ പാപവും പെരുകി. അവരുടെ മഹിമ ഞാൻ അപമാനമായി മാറ്റും. എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു. അവരുടെ തിന്മ അവർ അത്യധികം കാംക്ഷിക്കുന്നു. പുരോഹിതനെ പോലെ തന്നെ ജനവും അവരുടെ ദുർമാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും. അവരുടെ പ്രവൃത്തികൾക്ക് ഞാൻ പ്രതികാരം ചെയ്യും. അവർ ഭക്ഷിക്കും, തൃപ്തരാവുകയില്ല. പരസംഗം ചെയ്യും, പെരുകുകയില്ല. കാരണം വ്യഭിചാരത്തിൽ മുഴുകാനായി അവർ കർത്താവിനെ പരിത്യജിച്ചു. വീഞ്ഞും പുതുവീഞ്ഞും സുബോധം കെടുത്തും. തടിക്കഷ്ണത്തോട് എന്റെ ജനം ഓരോ സംഗതി ആരായുന്നു. അവരുടെ ദണ്ഡ് അവർക്ക് വചനമരുളുന്നു. വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. പരസംഗത്തിനു വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു. ഗിരിശൃംഗങ്ങളിൽ അവർ ബലിയർപ്പിക്കുന്നു. കുന്നിന്മേലും കരുവേലകത്തിന്റെയും പുന്നയുടെയും ആലിന്റെയും ചുവട്ടിൽ അവർ അർച്ചന നടത്തുന്നു. അവയുടെ തണൽ സുഖം നൽകുന്നു. നിങ്ങളുടെ പുത്രിമാർ വേശ്യാവൃത്തി നടത്തുന്നു. നിങ്ങളുടെ ഭാര്യമാർ പരസംഗം ചെയ്യുന്നു. വേശ്യാവൃത്തി ചെയ്യുന്നതിന് നിങ്ങളുടെ പുത്രിമാരെയോ വ്യഭിചരിക്കുന്നതിന് നിങ്ങളുടെ ഭാര്യമാരെയോ ഞാൻ ശിക്ഷിക്കുകയില്ല. കാരണം പുരുഷന്മാർ തന്നെ പരസംഗത്തിൽ ഏർപ്പെടുകയും ദേശവാസികളോടൊത്ത് ബലിയർപ്പിക്കുകയും ചെയ്യുന്നു. അറിവില്ലാത്ത ജനം നശിക്കും. ഇസ്രായേലെ, നീ പരസംഗം ചെയ്യുന്നെങ്കിലും യൂദ ആ തെറ്റിലകപ്പെടാതിരിക്കട്ടെ. ഗിൽഗാദിൽ പ്രവേശിക്കരുത്, ബദാവനിൽ പോവുകയുമരുത്. കർത്താവാണേ എന്ന് ആണയിടരുത്. ദുശാഠ്യമുള്ള പശുക്കുട്ടിയെ പോലെ ഇസ്രായേൽ ശാഠ്യം പിടിക്കുന്നു. വിശാലമായ പുൽത്തകിടിയിൽ കുഞ്ഞാടിനെ എന്ന പോലെ കർത്താവിന് അവരെ മേയ്ക്കാനാവുമോ? എഫ്രായിം വിഗ്രഹങ്ങളെ പുണർന്നിരിക്കുന്നു. അവൻ മദ്യപന്മാരോടൊത്ത് കഴിയുന്നു. അവർ വ്യഭിചാരത്തിൽ മുഴുകുന്നു. മഹിമയേക്കാൾ മ്ലേച്ഛത കാംക്ഷിക്കുന്നു. കാറ്റിന്റെ ചിറക് അവരെ തൂത്തെറിയും. തങ്ങളുടെ ബലിപീഠങ്ങളെ കുറിച്ച് അവർ ലജ്ജിക്കും.